പ്രവീൺ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും അതിന് മുമ്പ് റിപ്പോർട്ടറിൽ വരുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് പ്രവീൺ അറിയാലോ. എന്തോ അവര് വരാൻ പറഞ്ഞാൽ മതി. കാണിച്ചു ഏഷ്യാനെറ്റും നിങ്ങളും കൂടെ വന്നോളൂ, അവരും കൂടെ വന്നോളൂ. കാണിച്ചു ഞാൻ അതിന് മറുപടി പറയാലോ. അല്ലല്ല, അത് ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഏഷ്യാനെറ്റാണ് ഇടനില നിൽക്കുന്നത്. അല്ല ഇല്ലില്ലേ, ഇത് റിപ്പോർട്ടർ ചാനലല്ലേ. ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ. പ്രവീൺ ഒന്ന് പറഞ്ഞോളൂ. അല്ല, റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തേക്കുവാ. അതിൽ ഞാൻ ഏഷ്യാനെറ്റിനോട് ചോദിച്ചില്ലല്ലോന്നോ. ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നതിന് ഏഷ്യാനെറ്റ് എന്ത് അസോസിയേറ്റ് ആവുന്നത്? അതിലേ പിന്നെ ഇവിടെ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴല്ലേ കൂവി വിളിച്ചേ. പക്ഷേ റിപ്പോർട്ടറിന്റെ ബ്രേക്കിക്ക് പോകുന്നത് ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നാണോ? ഞാൻ സംസാരിച്ചപ്പോ ഒരാളേലും സംസാരിച്ചോ? ചാനൽ റിപ്പോർട്ട് ചാനൽ കൊടുക്കുന്നതായിട്ട് എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇട്ടയച്ചു തന്നതാണ്. ഇതാ പ്രവീൺ, ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ. അല്ല അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇല്ല, ഒരു കാര്യം ഇല്ലേ, ദയവായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രവീൺ സത്യം പറയട്ടെ. സത്യം പറയാം. അല്ല, എന്നെ ആരെങ്കിലും കൂവി വിളിച്ചില്ലല്ലോ. ഒരാള് കൂവി വിളിച്ചില്ല. ഞാൻ സംസാരിച്ചപ്പോ ഇവിടെ ഒരാള് സംസാരിച്ചോ? നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇവിടെ സംഭവിച്ചത് മിനിസ്റ്റർ പങ്കെടുക്കുന്ന യോഗം നടക്കുന്നു, UDF കൗൺസിലർമാർ വരുന്നു. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. അതില്ല, അല്ല, അതെ സത്യം, അത് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ പറയും. അവര് കൂവി വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർന്ന തെറ്റായ വാർത്തയാണ്. ദയവായിട്ട് തിരുത്തണം. ഇത് ലൈവായിട്ടുണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം. ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗം എന്തിനാണ്? സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രിയും ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ കൂവി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനെയാ വരുന്നത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നുള്ളതാണ്. തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കരുത്.